കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചുകളിൽ ഇന്നും സംഘർഷം. കെട്ടിടമിടിഞ്ഞ് വീണ് മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചേക്കും. കുടുംബത്തിന്റെ ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സമർപ്പിക്കും. തുക സംബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കും. ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലും അപകടകരമാം വിധം ജീർണാവസ്ഥയിലാണെന്ന വാർത്തയും പുറത്തുവന്നു. ചുമരും മച്ചുമിടിഞ്ഞ് ചോർന്നൊലിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടം ചാണ്ടി ഉമ്മൻ എം.എൽ.എ. സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. മിക്ക ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം തെരുവ് യുദ്ധമായി മാറി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി വീശി. മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയും പുറത്തുവന്നു. കോൺക്രീറ്റ് ഇളകി ഭിത്തികളും മേൽക്കൂരയും ഏതു നിമിഷവും നിലം പതിക്കുമെന്ന നിലയിലാണ് കെട്ടിടം. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ദുരവസ്ഥ പലവട്ടം വിദ്യാർത്ഥികൾ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഒരു പുതിയ ഹോസ്റ്റൽ പണിയണമെന്ന് പറഞ്ഞ് പലതവണയായിട്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗവൺമെന്റിന്റെ സംഭവങ്ങളല്ല, അതിപ്പോൾ ലേറ്റായിട്ട് നടക്കത്തുള്ളൂ. അതിന്റെ കൂടെ തന്നെ ബി.ഫാം സ്റ്റുഡൻസും നമ്മളോടെ തന്നെ താമസിക്കുന്നത്. MBBS ഹോസ്റ്റലാണെങ്കിൽ പോലും. അപ്പം അവർക്കും പുതിയൊരു ഹോസ്റ്റൽ പണിയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധന അടിയന്തരമായി നടത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം സർക്കാർ ചെലവിൽ ഒരുക്കി നൽകണമെന്നും ഹോസ്റ്റൽ സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ എം.എൽ.എ. പറഞ്ഞു. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. അപകടത്തെ തുടർന്ന് ഒറ്റ രാത്രി കൊണ്ട് പഴയ സർജിക്കൽ ബ്ലോക്കിൽ നിന്നും ഈ കാണുന്ന പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് രോഗികളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചുവെങ്കിലും അന്നു മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്ററുകൾ പൂർണ്ണതോതിൽ സജ്ജമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കോട്ടയം അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിട്ടും രക്ഷാപ്രവർത്തനം വൈകി. കോട്ടയം അപകടത്തിന് മുന്നേ പ്രതിപക്ഷം ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ രംഗത്തുണ്ടെന്നും സതീശൻ. പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്, ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ്. ആരാണ് മരണത്തിന്റെ വ്യാപാരികൾ? ഞങ്ങൾ ഉയർത്തിക്കാട്ടും. ഗവൺമെന്റിന്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ്. കോട്ടയം അപകടത്തെക്കുറിച്ചുള്ള കളക്ടറുടെ അന്വേഷണം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നടപടിയെന്ന് ചാണ്ടിയുമ്മൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 9 വർഷം ഭരിച്ചിട്ടും കുറ്റം ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ സർക്കാർ രാജിവെച്ച് പോകട്ടെ എന്നും ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടിയുമ്മൻ. ലോകോത്തര നിലവാരമാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെയല്ലേ ചികിത്സ മേടിക്കേണ്ടത്? നമ്മൾ ഏതെങ്കിലും രാജ്യത്തോ സംസ്ഥാനത്തോ പോകേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ലോകോത്തര നിലവാരം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നതാണ് ഉചിതം. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായത്തിലെ റിപ്പോർട്ട് കളക്ടർ ഇന്ന് സമർപ്പിക്കും. തുക സംബന്ധിച്ച അന്തിമ തീരുമാനം വെള്ളിയാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. പ്രതിപക്ഷ പ്രതിഷേധം കനക്കുമ്പോൾ മന്ത്രിയെ സംരക്ഷിക്കാനാണ് CPIM തീരുമാനം. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ വിമർശിച്ച് പാർട്ടി മുഖപത്രം മുഖപ്രസംഗം എഴുതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.